പിന്നിലിരിക്കുന്നത് കൊളുത്ത് ജയ്സർ, ഏറ്റവും പുറകിലിരിക്കുന്നത് വെടിവെള്ള അനീസ്. ചേട്ടാ വന്നേക്കാൾ ഷോപ്പേരെ പോണം. എന്താ ഒരാവശ്യമാണ് പള്ളിങ്ങളെ പപ്പനെ എവിടെയാ എനിക്ക് പണിയാണ് കേട്ടോ. അതെ രവിചേട്ടാ, എന്താ കാര്യം? എന്റെ പൊന്നി ചേട്ടാ, ഞങ്ങളാണ് ആദ്യം അലർജി ഓർഡർ ചെയ്തത്. എന്നിട്ട് അവര് വന്ന് ഞങ്ങളുടെ ടേബിളിൽ നിന്ന് എടുത്തപ്പോഴാണ് സിജോ അവന്റെ കൈ കയറി പിടിച്ചത്. അപ്പൊ ആ പള്ളിയങ്ങാടിയിൽ പെക്ക വന്ന് ഇവന് ചവിട്ടി. അവരെ ആഴ്ചയിൽ 4 ലക്ഷം പോർക്കെടുക്കുന്നതാണ്. നിങ്ങൾക്ക് ചവിട്ടാണ് നിങ്ങൾ വെറുതെ ഇരിക്കുക, ചവിട്ടാണ് ഇരിക്കുക. അവരെല്ലാം കച്ചവടം കൊണ്ട് ഒരു കോപ്പം വേണ്ട. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, പറയാൻ പറ്റുള്ളവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എനിക്ക് തൽക്കാലം ഞങ്ങളോട് ഉണ്ട്. അവനവൻ്റെ അമ്മേരെ മൊയിലടിച്ചും കയറി കൊടുത്തേണ്ടി വീട്ടിക്ക്. ഇവനെ കഴിഞ്ഞ ആൾ നോക്കിയോണ്ട് നിങ്ങൾ കിട്ടോ എടാ വന്നരാ. അതെ, നമ്മുടെ എളിയും ചെറുക്കനാണ്. ഇമ്മാതിരി കാണുന്ന കേസിന് ഇനി മേലൊക്കെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞാൽ ഇടിച്ചതിൻ്റെ കൂമ്പ് കളികളെ ഞാൻ മനസ്സിലായ വിട്ടോ. ശരിയല്ലേ? ഇവന്മാർ 3 കൂടിയിട്ട് ആംബുലൻസിന്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. പോരാത്തന്നെ അത്താണിയിലേക്ക് അവരെ പറമ്പിൽ ബൈക്ക് വെച്ചെന്ന് മാല പൊട്ടിക്കുന്നത് ഇവരാന്ന് പറയണേ. അതെ, ഇവിടുത്തെ എസ് ഉണ്ടല്ലോ ഷാലു ഹമീദാണ് ആലുവയിലുള്ളത്. അവർ മോടയാണ് 1 പറഞ്ഞ് 2 ഇടിയ. ഇരിക്കണോ പറ. അല്ല സാറേ, അതോമാർക്ക് വെള്ളത്തിന്റെ പുറത്ത് അറിയാണ്ട് പറ്റിയതാണ്. ഏത് പീസ് എടാ ഇതിനിടെ നാറിപ്പ് വെച്ചോണ്ടിരിക്കണത് ശരിക്കുള്ള ഭാര്യം കൊച്ചാണ് ആ നിക്കുന്നത്. ഈ പെരട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ നാറിപ്പ് അവങ്ങളെ ചവിട്ടി പുറത്താക്കിയത്. പെട്ടിനുള്ളിലേക്ക് എന്തൊരു കഷ്ടമായത്. എന്നെ എടുത്തു വെക്കാൻ ജോസേ, ഇത് എന്തായി കാണിക്കുന്നത്? ആരെങ്കിലും 1-2 പേര് ഇങ്ങോട്ട് വന്നേ. ഡെഡ് ബോഡിയുടെ കൈ ചവിട്ടി ഓടിക്കാനുണ്ടോ വെള്ളടിച്ചിട്ട് അറിയാണ്ട് വരുന്നത്? മേലാരി ജാതി കേസിന് കുമാരൻ്റെ കിട്ടിയ 2 പേരും പണിയെടുത്തില്ല കേട്ടോ, അതുപോലെ അടിക്കും. അല്ല സാറേ, നമ്മളിപ്പോ ചെറിയൊരു പോർക്കിൻ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാരെ കടയിൽ വെട്ടാൻ നിൽക്കണേ. ഒന്ന് മെച്ചപ്പെട്ട് വരണുള്ളൂ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല, അത് ഞാൻ ഗ്യാരണ്ടി പറയാം. തോമസ്, എൻ്റെ അടുത്ത് ഗ്യാരണ്ടി പറയുമ്പോൾ ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാൽ മതി തോമസേ. അല്ല, അത് പിന്നെ എനിക്കറിയാലോ സാറേ. ഇറങ്ങിപ്പോടാ. എന്നാ ശരി സാറേ.